What is willpower? ഇന്നത്തെ കൗൺസിലിംഗ് സ്റ്റഡി ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ഇച്ഛാശക്തി എന്താണ്, അതിന്റെ അർത്ഥവും നിർവചനവും എന്താണ് എന്നീ കാര്യങ്ങളാണ്. ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് അലക്സാണ്ടർ MV പത്തനംതിട്ട. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മുടെ നെറ്റിക്ക് തൊട്ടുപിന്നിലുള്ള തലച്ചോറിന്റെ ഭാഗമായ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുവെന്ന് നാഡീശാസ്ത്രം പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കുന്നതും ചിന്തിക്കുന്നതും എന്തിനെക്കുറിച്ചാണെന്നും അത് നമ്മെ നയിക്കുന്നു. മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങളെയും ഇത് നിയന്ത്രിക്കുന്നു. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മാറ്റിവെച്ച് നികുതി ഫോം പൂരിപ്പിക്കുന്നതിന് പകരം TV കാണുമ്പോൾ അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. എന്നിരുന്നാലും തലച്ചോറിന്റെ ഈ ഭാഗം ഒരൊറ്റ ഏകീകൃത തീരുമാനമെടുക്കുന്നയാളേക്കാൾ കൂടുതലാണ്. ഇതിന് 3 പ്രധാന മേഖലകളുണ്ട്. ഓരോന്നും എന്തെങ്കിലും ചെയ്യാൻ, ഞാൻ ചെയ്യുമോ, ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്ക് വേണം എന്ന് തൂക്കിനോക്കാൻ നമ്മെ സഹായിക്കുന്നു. തലച്ചോറിലെ ഈ ഭാഗത്തിന്റെ ഇടതുവശം നമ്മെ ജോലികളിൽ ഞാൻ ചെയ്യും, വിരസമായവ പോലും ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നു. അതേസമയം വലതുവശം ഞാൻ ചെയ്യില്ല നമ്മെ ശ്രദ്ധ തിരിക്കുന്നതിൽ നിന്നോ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നതിൽ നിന്നോ തടയുന്നു. ഒടുവിൽ നമ്മുടെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ മധ്യഭാഗത്ത്, എന്നാൽ താഴെയായി, കോശങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങളുമായി എനിക്ക് വേണം പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. ചിലപ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന മത്സരം കാരണം നമ്മൾ പരാജയപ്പെടുന്നു. ഭക്ഷണക്രമത്തിൽ ഉറച്ചു നിൽക്കാനോ ജിമ്മിൽ പോകാനോ ഉള്ള ഇച്ഛാശക്തി നമുക്കില്ല. മറ്റ് ചിലപ്പോൾ മറ്റ് താൽപ്പര്യങ്ങൾ, പ്രലോഭനങ്ങൾ, ശ്രദ്ധ വ്യതിചലനങ്ങൾ എന്നിവ ഉണ്ടായിരുന്നിട്ടും മുന്നോട്ട് പോകാനുള്ള പ്രേരണ നാം നിലനിർത്തുന്നു. രണ്ടാമത്തേതിൽ ഇച്ഛാശക്തി പ്രകടമാണ്. ജീവിതത്തിൽ അല്പം പരിചയമുള്ള ഏതൊരാൾക്കും ആരോഗ്യകരമായ നിയന്ത്രണബോധവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അറിയാം. അപ്പോൾ ഇത് നമ്മുടെ ഗ്രാഹ്യത്തെ എവിടെയാണ് നിലനിർത്തിയിരിക്കുന്നത്, അതിന്റെ അർത്ഥവും നിർവചനവും എന്താണ്? അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ APA അഭിപ്രായത്തിൽ ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഹ്രസ്വകാല പ്രലോഭനങ്ങളെ ചെറുക്കാനുള്ള കഴിവാണ് ഇച്ഛാശക്തി. ഇച്ഛാശക്തിയെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം: അതിന്റെ ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഹ്രസ്വകാല പ്രലോഭനങ്ങളെ ചെറുക്കുകയും സംതൃപ്തി വൈകിപ്പിക്കുകയും ചെയ്യുക. അനാവശ്യ ചിന്തകൾ, വികാരങ്ങൾ അല്ലെങ്കിൽ പ്രേരണകളെ മറികടക്കുന്നു. അമിതമായി വൈകാരികമായി പെരുമാറുന്നതിനു പകരം ശാന്തമായും സൗമ്യമായും പ്രതികരിക്കുക. ബോധപൂർവം, ശ്രമകരമായി സ്വയം നിയന്ത്രിക്കൽ. ഇല്ലാതാക്കാൻ കഴിയുന്ന പരിമിതമായ വിഭവം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും നമ്മുടെ പ്രതിരോധശേഷി എങ്ങനെ വികസിപ്പിക്കുന്നുവെന്നും തിരിച്ചറിയുന്നതിന് ഇച്ഛാശക്തി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗങ്ങളെയും അസ്വസ്ഥതകളെയും ചെറുക്കാനുള്ള രോഗികളുടെ കഴിവിനെക്കുറിച്ചുള്ള ഗവേഷണം സൂചിപ്പിക്കുന്നത്, ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ ഒരു വ്യക്തിക്ക് പ്രതിരോധശേഷി നൽകുന്നത് ഇച്ഛാശക്തിയാണ് എന്നും, നമ്മുടെ ഹൃദയവും മനസ്സും ആഗ്രഹിക്കാത്തത് നമുക്ക് നേടാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകില്ല എന്നുമാണ്. ഇച്ഛാശക്തിയുടെ പിന്നിലെ മനഃശാസ്ത്രം. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതിയാലും ഇല്ലെന്ന് കരുതിയാലും നിങ്ങൾ പറയുന്നത് ശരിയാണ്. വളരെ കാലമായി മനഃശാസ്ത്രജ്ഞർ ഇച്ഛാശക്തിയെ ഒരു പരിമിതമായ വിഭവമായി കണക്കാക്കിയിരുന്നു. അഹം ക്ഷയ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. റോയ് ബൗമിസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ ഇച്ഛാശക്തി പരിമിതമാണെന്നും പേശികൾ അമിതമായി പ്രവർത്തിക്കുമ്പോൾ ഊർജം പോലെ തന്നെ ഉപയോഗിക്കാമെന്നുമുള്ള കാഴ്ചപ്പാടിലേക്ക് നയിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കുക്കി പരീക്ഷണത്തിൽ അവ ഉടനടി കഴിക്കുന്നത് ചെറുക്കാൻ കഴിയുന്ന ആളുകൾക്ക് വൈകിയ സംതൃപ്തി എന്ന് വിളിക്കപ്പെടുന്നു. പിന്നീട് മറ്റ് ജോലികളിൽ പ്രലോഭനത്തെ നിയന്ത്രിക്കുന്നത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ സമയമായിരുന്നു. നിങ്ങൾ ഒന്നിലധികം സ്വയം മെച്ചപ്പെടുത്തൽ ലക്ഷ്യങ്ങൾ വെച്ചാൽ നിങ്ങളുടെ ഇച്ഛാശക്തിയുടെ കരുതൽ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് നിങ്ങളെ ക്ഷീണിപ്പിക്കുകയും പരാജയപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് സിദ്ധാന്തം സൂചിപ്പിക്കുന്നു. ഇച്ഛാശക്തി ഒരു പരിമിതമായ വിഭവമാണെങ്കിൽ ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നാം അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. എന്നിരുന്നാലും സമീപകാലവും പരസ്പരവിരുദ്ധവുമായ മനഃശാസ്ത്ര ഗവേഷണങ്ങളും സിദ്ധാന്തങ്ങളും സൂചിപ്പിക്കുന്നത് ഒരു നിശ്ചിത അളവിലുള്ള ഇച്ഛാശക്തിയില്ല എന്നാണ്. ഇച്ഛാശക്തിയെ ഒരു കാറിലെ പെട്രോളിന്റെ അളവായി കരുതുന്നതിനുപകരം അതിനെ കാറിന്റെ ബാറ്ററിയായി കരുതുക. ശരിയായ മാനസികാവസ്ഥയും പ്രചോദനവും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മനിയന്ത്രണവും ഇച്ഛാശക്തിയും സ്വന്തമാക്കാൻ കഴിയുമെന്ന് സവാനി വിശ്വസിക്കുന്നു. ഇത് ഡാറ്റയുടെ പിൻബലത്തിലാണ്.
ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയം സ്ഥിരമല്ല, പരിധിയില്ലാത്തതാണെന്ന് പറയുമ്പോൾ ആളുകൾ ഒരു ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഇച്ഛാശക്തി വളർത്തിയെടുക്കുന്നത് എളുപ്പമല്ലെങ്കിലും പരിഹാരത്തിന്റെ ഒരു വലിയ ഭാഗം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക എന്നതാണ് എന്ന് മനഃശാസ്ത്രം നിർദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു തീർക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മാനസികാവസ്ഥ നിർണായകമാണെന്ന് തോന്നുന്നു. പരിധിയില്ലാത്ത ഇച്ഛാശക്തിയുള്ള പരീക്ഷകൾക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ സമ്മർദ്ദവും കുറഞ്ഞ മോശം മാനസികാവസ്ഥയും അനുഭവപ്പെട്ടു. അവർക്ക് അവരുടെ ശ്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയും. മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് കരുതലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഭാവിയിലെ വിജയസാധ്യത വർദ്ധിപ്പിക്കും. ഇച്ഛാശക്തിയുടെ 4 പ്രശംസനീയമായ ഉദാഹരണങ്ങൾ. ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നതിനുള്ള ഇച്ഛാശക്തിയുടെ സാധ്യതയെ താഴെ പറയുന്ന 3 ശക്തമായ ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കുന്നു. ആദ്യത്തേത് നമ്മുടെ ഇച്ഛാശക്തി എങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും തലച്ചോറിന്റെ ശരീരഘടന അതിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും കാണിക്കുന്നു. രണ്ടാമത്തേത് സ്പോർട്സിൽ ഇച്ഛാശക്തിയുടെ മൂല്യം കാണിക്കുന്നു. അവസാനത്തേത് ബിസിനസ് പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നല്ല ശീലങ്ങളുടെ സാധ്യത കാണിക്കുന്നു. ഫിനിയസ് ഗേജിന്റെ കൗതുകകരമായ കേസ്. 1848-ൽ റെയിൽവേയിൽ ജോലി ചെയ്യുന്നതിനിടെ 25 വയസ്സുള്ള ഫിനിയസ് ഗേജിന് ഒരു ഭയാനകമായ അപകടം സംഭവിച്ചു. ഒരു സ്ഫോടനത്തെ തുടർന്ന് ഒരു ഇരുമ്പ് വടി അദ്ദേഹത്തിന്റെ തലയോട്ടിയിൽ വേഗത്തിൽ തുളച്ചുകയറി പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ ഉറച്ചുനിന്നു. തലയ്ക്ക് പരിക്കേറ്റെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, ഭാഷ, ബുദ്ധിശക്തി, മോട്ടോർ പ്രവർത്തനങ്ങൾ, ആത്മനിയന്ത്രണം എന്നിവയിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. മുമ്പ് ശാന്തനും ഏകാഗ്രനും മാനസികമായി ശക്തനുമായിരുന്ന അദ്ദേഹം ഇപ്പോൾ അക്ഷമനും ആവേശഭരിതനുമായി. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഇനി ഗേജ് അല്ലെന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഗുണങ്ങൾ, പ്രത്യേകിച്ച് ഇച്ഛാശക്തി, നഷ്ടപ്പെട്ടു. ആത്മനിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കിപ്പോൾ അറിയാവുന്ന തലച്ചോറിന്റെ ഭാഗത്തിനുണ്ടായ കേടുപാടുകൾ, ജോലികൾ അവസാനം വരെ പൂർത്തിയാക്കാനോ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നത് തടയാനോ ഉള്ള ഇച്ഛാശക്തി അയാൾക്ക് ഇനി ഉണ്ടായിരുന്നില്ല എന്നതിന്റെ സൂചനയാണ്. അയാൾ ഒരിക്കലും പൂർണ്ണമായി സുഖം പ്രാപിച്ചില്ല. ഫിനിയസ് ഗേജിന്റെ ശ്രദ്ധേയമായ കഥ. ഒരു ബേസ്ബോൾ ഇതിഹാസം. എക്കാലത്തെയും മികച്ച ബാസ്കറ്റ്ബോൾ കളിക്കാരിൽ ഒരാളായി പരക്കെ കണക്കാക്കപ്പെടുന്ന ഒരു അമേരിക്കൻ ബാസ്കറ്റ്ബോൾ കളിക്കാരനായിരുന്നു കോബി ബ്രയാന്റ്. തന്റെ ബാസ്കറ്റ്ബോൾ കരിയറിലുടനീളം ശക്തമായ ഇച്ഛാശക്തിക്കും ദൃഢനിശ്ചയത്തിനും അദ്ദേഹം പ്രശസ്തനായിരുന്നു. എന്നിട്ടും 12 വയസ്സിൽ ഒരു വേനൽക്കാല ബാസ്കറ്റ്ബോൾ ക്യാമ്പിൽ ചേർന്നെങ്കിലും അവൻ ഒരു പോയിന്റ് പോലും നേടിയില്ല. ബാസ്കറ്റ്ബോൾ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായിരുന്നു. പക്ഷേ പിന്നീട് മൈക്കൽ ജോർദാൻ തന്റെ ഹൈസ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെക്കുറിച്ചും അത് തന്റെ ചുറ്റുമുള്ള എല്ലാവരെയും മറികടക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായി മാറിയതിനെക്കുറിച്ചും അദ്ദേഹം വായിച്ചു. ജോർദാന്റെ പാത പിന്തുടരാനും ബാസ്കറ്റ്ബോൾ കളിയിലെ ഏറ്റവും കഠിനാധ്വാനിയായ തൊഴിലാളിയാകാനും കോബിയെ ഈ കഥ പ്രേരിപ്പിച്ചു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ രാവിലെ 5 മണിക്ക് ജിമ്മിൽ വരാൻ തുടങ്ങിയ അദ്ദേഹം വൈകുന്നേരം 7 മണി വരെ അവിടെ നിന്ന് പോയില്ല. ഗെയിം ദിവസങ്ങളിൽ പോലും അദ്ദേഹം 4 മണിക്കൂർ കഠിനമായ വ്യായാമങ്ങൾ ചെയ്തു. പരിശീലനത്തിനു ശേഷം 100 പോയിന്റുകൾ വരെ 1-on-1 ഗെയിമുകൾ കളിച്ചു. മറ്റാരെയും ഉപയോഗിക്കാതെയോ ഒരു പന്ത് പോലും ഉപയോഗിക്കാതെയോ തന്റെ കഴിവുകളിൽ മികവ് പുലർത്തി. മൈക്കൽ ജോർദാൻ കോബിക്ക് ഒരു മാതൃകയും പ്രചോദനവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയെ വളരെയധികം സ്വാധീനിക്കുകയും ലക്ഷ്യങ്ങൾ നേടുന്നതിന് അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ദുഃഖകരമെന്നു പറയട്ടെ, 2020-ൽ ഒരു വിനാശകരമായ ഹെലികോപ്റ്റർ അപകടത്തിൽ കോബിയും മകളും മരിച്ചു. എന്നിട്ടും അദ്ദേഹം തന്റെ ആരാധകർക്ക് ഒരു പ്രചോദനമായി മാറേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത നമുക്കെല്ലാവർക്കും ഒരു പാഠമാകേണ്ടതായിരുന്നു. പൗരാവകാശങ്ങൾക്കുവേണ്ടി നിലപാട് സ്വീകരിക്കുന്നു. റോസ പാർക്സ് തന്റെ വീട്ടിലേക്കുള്ള ബസ് യാത്ര US പൗരാവകാശ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന നേതാവായി മാറുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നിട്ടും 1955 ഡിസംബർ 1-ന് ഒരു വെള്ളക്കാരന് വേണ്ടി സീറ്റ് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചതിന് അവർ അറസ്റ്റിലായപ്പോൾ അത് 381 ദിവസത്തെ ബഹിഷ്കരണത്തിനും ബസ്സുകളിലെ വംശീയ വേർതിരിവ് അന്തിമമായി നിർത്തലാക്കുന്നതിനും കാരണമായി. റോസ പാർക്കിന്റെ ഇച്ഛാശക്തി ഒരു ചെറിയ ധിക്കാരത്തിന് കാരണമായി. അത് ചരിത്രത്തെ മാറ്റിമറിച്ച ഒന്നിന്റെ ഭാഗമായിരുന്നു. കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് അവരെ പൗരാവകാശങ്ങളുടെ പ്രഥമ വനിത എന്ന് വിളിച്ചു.
ലോകത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈക്കോളജി റിസോഴ്സ്. ഏറ്റവും പുതിയ പോസിറ്റീവ് സൈക്കോളജി ഗവേഷണം ഉപയോഗിച്ച് വിദഗ്ധർ സൃഷ്ടിച്ച 500-ലധികം ശാസ്ത്രാധിഷ്ഠിത വ്യായാമങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, ചോദ്യാവലികൾ, വിലയിരുത്തലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വിപ്ലവകരമായ പ്രാക്ടീഷണർ റിസോഴ്സാണ് പോസിറ്റീവ് സൈക്കോളജി ടൂൾകിറ്റ്. ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നതിന് നല്ല ശീലങ്ങൾ സൃഷ്ടിക്കൽ. ജെയിംസ് ക്ലിയർ തന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ നല്ല തന്ത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അവയ്ക്ക് ഇച്ഛാശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ഇനിപ്പറയുന്ന ഉദാഹരണം നൽകുകയും ചെയ്യുന്നു. 1993-ൽ ട്രന്റ് ഡിസ്മിഡ് ഒരു ബാങ്കിൽ ജോലി ആരംഭിച്ചപ്പോൾ അദ്ദേഹം ചെറുപ്പവും അനുഭവപരിചയമില്ലാത്തവനുമായിരുന്നു. അതിനാൽ ആരും അദ്ദേഹത്തിൽ നിന്ന് അധികം പ്രതീക്ഷിച്ചില്ല. എന്നിട്ടും അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും വർദ്ധിപ്പിക്കുന്ന ശക്തമായ ഒരു ശീലം അദ്ദേഹം രൂപപ്പെടുത്തി. അദ്ദേഹം ഓരോ ദിവസവും 2 ജാറുകളിൽ നിന്നാണ് ആരംഭിച്ചത്. ഒന്ന് 120 പേപ്പർ ക്ലിപ്പുകളും മറ്റൊന്ന് ശൂന്യവുമാണ്. ഓരോ തവണയും അദ്ദേഹം ഒരു വിൽപ്പന കോൾ നടത്തുമ്പോൾ അദ്ദേഹം ഒരു പേപ്പർ ക്ലിപ്പ് പൂർണ്ണ ജാറിൽ നിന്ന് ഒഴിഞ്ഞ ജാറിലേക്ക് മാറ്റി. ആദ്യത്തെ ജാർ ശൂന്യമാകുന്നതുവരെ അദ്ദേഹം നിർത്തില്ല. ഇത് ലളിതമായി തോന്നുന്നു, പക്ഷേ 18 മാസത്തിനുള്ളിൽ ഡിസ്മിഡ് സ്ഥാപനത്തിന് ഏകദേശം $5 മില്യൺ കൊണ്ടുവന്നു. അദ്ദേഹം വിജയിച്ചത് അദ്ദേഹം നടപ്പിലാക്കിയ നല്ല ശീലങ്ങൾ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയെ നയിക്കുകയും വിജയത്തിനായുള്ള ആഗ്രഹത്തെ സുഗമമാക്കുകയും ചെയ്തതിനാലാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം? ഇച്ഛാശക്തി പരിമിതമായ ഒരു വിഭവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വീണ്ടും നിറക്കാൻ കഴിയുന്ന ഒന്നാണെങ്കിലും അത് വർദ്ധിപ്പിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞുമാറുകയാണെന്ന് നിങ്ങൾക്കറിയാവുന്നതിനാലാണ് മാനസിക അസ്വസ്ഥത സൃഷ്ടിക്കപ്പെടുന്നത്. അതിനാൽ ആ അസ്വസ്ഥത ലഘൂകരിക്കാൻ നിങ്ങൾ ഒരു ശ്രദ്ധ തിരിക്കുന്നതിൽ ഏർപ്പെടുന്നു. ഇനിപ്പറയുന്ന വ്യായാമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തിരഞ്ഞെടുക്കുകയോ നിഷ്ക്രിയമായി തുടരുകയോ പോലുള്ള എളുപ്പമുള്ള ഓപ്ഷൻ സ്വീകരിക്കാതിരിക്കാനും നിങ്ങളെ സഹായിക്കും. ശ്രദ്ധാപൂർണമായ ധ്യാനം പരിശീലിക്കുക. ആത്മനിയന്ത്രണം മെച്ചപ്പെടുത്തുന്നതിനും ശീലത്തിലോ ആഗ്രഹത്തിലോ അല്ല, ഉദ്ദേശ്യത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ വ്യക്തികളെ സഹായിക്കുന്നതിനും ഇത് സഹായിക്കും. ആവശ്യത്തിന് ഉറക്കം നേടുക. ശാരീരികവും മാനസികവുമായ ക്ഷീണം ഇച്ഛാശക്തി കുറയ്ക്കും. അതിനാൽ എല്ലാ രാത്രിയും മതിയായതും നല്ല നിലവാരമുള്ളതുമായ ഉറക്കം നേടുന്നതിലൂടെ ഊർജ്ജനില നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഭക്ഷണം അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രാക്കിംഗ് ആപ്പുകൾ ഉപയോഗിക്കുക. നമ്മൾ ചെയ്യുന്നതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് വ്യക്തികളെ ആരോഗ്യകരമായ ഭക്ഷണ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സഹായിക്കും. ചലനവും വ്യായാമവും ട്രാക്ക് ചെയ്തുകൊണ്ട് എഴുന്നേൽക്കാനും നീങ്ങാനും പ്രോത്സാഹനം നൽകും. നിങ്ങളുടെ വ്യക്തിപരമായ നിയന്ത്രണം വികസിപ്പിക്കുക. നമ്മുടെ കഴിവുകളിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടാകുകയും നമ്മുടെ ഇച്ഛാശക്തിയിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിയന്ത്രണം നിലനിർത്താനോ വീണ്ടെടുക്കാനോ കൂടുതൽ കഴിയും. വ്യക്തവും നിർദ്ദിഷ്ടവുമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ പ്രചോദനവും ആത്മനിയന്ത്രണവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വലിയ ലക്ഷ്യങ്ങളെ ചെറുതും കൂടുതൽ കൈകാര്യം ചെയ്യാവുന്നതുമായ ജോലികളായി വിഭജിക്കുക. വലിയ ലക്ഷ്യങ്ങളിലേക്ക് വളരുന്ന ചെറിയ ജോലികൾ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പ്രചോദിതരായി തുടരുന്നതും എളുപ്പമാക്കുന്നു. ഒരു മാനസികാരോഗ്യ പ്രൊഫഷണലുമായി പ്രവർത്തിക്കുക. ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നതിലും ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലും തെറാപ്പിസ്റ്റുകൾക്കും കൗൺസിലർമാർക്കും മാർഗനിർദ്ദേശവും പിന്തുണയും നൽകാൻ കഴിയും. നിങ്ങളുടെ പൂർണ്ണ ശേഷി പ്രദാനം ചെയ്യൽ. ചിലപ്പോൾ നമ്മുടെ മുൻവിധികൾ അവസരങ്ങളെ നാം എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റുകയും നേട്ടങ്ങളെക്കാൾ അപകടസാധ്യതകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ പൂർണ്ണ ശേഷി തിരിച്ചറിയാൻ സഹായിക്കുകയും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതിനോടുള്ള ദയയും ശുഭാപ്തിവിശ്വാസവും നിറഞ്ഞ വീക്ഷണം നൽകുകയും ചെയ്യും. സ്വയം വെല്ലുവിളിക്കുക. സങ്കീർണമായ എന്നാൽ അസാധ്യമല്ലാത്ത ജോലികൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ആശ്വാസ അല്ലെങ്കിൽ കംഫർട്ട് മേഖലയിൽ നിന്ന് സ്വയം പുറത്തുകടക്കുക. പരിശീലനവും ആവർത്തനവും ഇച്ഛാശക്തി വർദ്ധിപ്പിക്കും. സ്വയം അനുകമ്പ പരിശീലിക്കുക. നിങ്ങൾ തെറ്റുകൾ വരുത്തുമ്പോഴോ ഇടറുമ്പോഴോ നിങ്ങളോട് ദയയും മനസ്സിലാക്കലും പുലർത്തുക. നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് തിരിച്ചടികൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അനുവദിക്കരുത്. മറ്റുള്ളവരിൽ നിന്ന് പിന്തുണ നേടുക. നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകളുമായി നിങ്ങളെ ചുറ്റിപ്പറ്റുക.
ഇച്ഛാശക്തി ഒരു പേശി പോലെയാണെന്നും പുരോഗതി എല്ലായ്പ്പോഴും ഉടനടി അല്ലെങ്കിൽ രേഖീയമായിരിക്കില്ലെന്നും ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ശാരീരിക വ്യായാമം പോലെ നമ്മുടെ മാനസിക ദൃഢനിശ്ചയവും ആത്മനിയന്ത്രണവും പരിശീലനത്തിലൂടെയും ഗ്രഹിക്കപ്പെടുന്ന പരിധികൾക്കെതിരെ മുന്നോട്ട് പോകുന്നതിലൂടെയും ശക്തിപ്പെടുത്താൻ കഴിയും. ശരിയായ അളവിലുള്ള ഇച്ഛാശക്തി ഇല്ലെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ നാം അഭിവൃദ്ധി പ്രാപിക്കുന്നിടത്ത് സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായത് നാം വികസിപ്പിക്കേണ്ടതുണ്ട്. ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ ആത്മനിയന്ത്രണം വർദ്ധിപ്പിക്കുക. സ്വയം നിയന്ത്രണം എന്നാൽ സ്വയം നിയന്ത്രിക്കുക എന്നതാണ്. 2 ആഴ്ചത്തേക്ക് പതിവായി ചില ആത്മനിയന്ത്രണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഇച്ഛാശക്തി മെച്ചപ്പെടുത്തുന്നതിന് കാരണമാകുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഘട്ടം 1. നിങ്ങൾ ദിവസവും പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ഒരു ആത്മനിയന്ത്രണ പ്രവൃത്തി തിരഞ്ഞെടുക്കുക. ഘട്ടം 2. എപ്പോൾ, എവിടെ, എങ്ങനെ പൂർത്തിയാക്കണമെന്ന് നിർണ്ണയിക്കുക. ഘട്ടം 3. നിങ്ങൾ നിങ്ങളുടെ ആത്മനിയന്ത്രണ പ്രവൃത്തി പൂർത്തിയാക്കിയോ എന്നതിന്റെ ഒരു രേഖ സൂക്ഷിക്കുക. പെരുമാറ്റ സജീവമാക്കൽ. പെരുമാറ്റ സജീവമാക്കൽ എന്നത് ആനന്ദത്തിന്റെയോ വൈദഗ്ധ്യത്തിന്റെയോ അനുഭവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മനഃപൂർവ്വം ഏർപ്പെടാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യായാമത്തിൽ കൂടുതൽ സജീവമാകാനുള്ള വഴികൾ നിങ്ങൾ വികസിപ്പിക്കുകയും ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടോ എന്ന് കാണാൻ മുമ്പും ശേഷവും നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് അളക്കുകയും ചെയ്യുക. ഘട്ടം 1. നിങ്ങളുടെ നിലവിലെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുക. ഘട്ടം 2. ഓരോന്നിനെയും ഊർജം നൽകൽ അല്ലെങ്കിൽ ഊർജം വറ്റിക്കൽ എന്നിങ്ങനെ തരംതിരിക്കുക. ഘട്ടം 3. ഊർജം നൽകുന്ന പ്രവർത്തനങ്ങൾ ആനന്ദത്തിനു വേണ്ടിയാണോ അതോ ഒരു വൈദഗ്ധ്യം പഠിക്കുന്നതാണോ എന്ന് നിർണ്ണയിക്കുക. ഘട്ടം 4. നിങ്ങളുടെ ദിവസത്തിൽ കൂടുതൽ ആനന്ദവും വൈദഗ്ധ്യവും നേടുന്ന പ്രവർത്തനങ്ങൾ ചേർക്കുക. ഘട്ടം 5. കൂടുതൽ ഊർജം നൽകുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇച്ഛാശക്തി, സ്വയം അച്ചടക്കം, ആത്മനിയന്ത്രണം എന്നിവ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന വിലപ്പെട്ട കഴിവുകളാണ്. ഇച്ഛാശക്തി നമുക്ക് ഹ്രസ്വകാല പ്രലോഭനങ്ങളെ ചെറുക്കാനുള്ള കഴിവ് നൽകുന്നു. അതേസമയം ദീർഘകാല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അനാവശ്യ ചിന്തകളെയും വികാരങ്ങളെയും പ്രേരണകളെയും മറികടക്കാനുള്ള കഴിവ് നൽകുകയും ചെയ്യുന്നു. ശക്തമായ ഇച്ഛാശക്തിയുള്ളപ്പോൾ നമുക്ക് തിടുക്കത്തിലും വൈകാരികമായും പ്രതികരിക്കുന്നതിനുപകരം ശാന്തമായും സൗമ്യമായും പ്രതികരിക്കാൻ കഴിയും. ചിലർ ഇച്ഛാശക്തി പരിമിതമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ അത് വീണ്ടും നിറക്കാൻ കഴിയുന്നതും അനന്തവുമായ ഒന്നായി കണക്കാക്കുന്നു. ഏതുവിധേനയും പ്രായോഗിക തന്ത്രങ്ങൾ പഠിച്ചും പുതിയ വെല്ലുവിളികളിലേക്ക് നമ്മെ തന്നെ തള്ളിവിടുന്നതിലൂടെയും നമുക്ക് ദിവസവും പരിശീലിക്കാൻ കഴിയുന്ന ഒരു ശീലമായി മാറിക്കൊണ്ട് അത് വളർത്തിയെടുക്കാം. തങ്ങളുടെ ഇച്ഛാശക്തി പരിധിയില്ലാത്തതാണെന്നും പരിഹാരത്തിന്റെ ഒരു പ്രധാന ഭാഗം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതാണെന്നും ആളുകൾ വിശ്വസിക്കുമ്പോൾ ഒരു ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യത കുറവാണെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ക്ലയന്റുകളുമായി അവരുടെ ഇച്ഛാശക്തി എപ്പോൾ, എങ്ങനെ, എപ്പോൾ ഇല്ലാതാകുമെന്നും അത് അവർ ആഗ്രഹിക്കുന്നത് നേടുന്നതിൽ നിന്ന് അവരെ എങ്ങനെ തടയുന്നുവെന്നും മനസ്സിലാക്കാൻ അവരുമായി പ്രവർത്തിക്കുക. ഇച്ഛാശക്തിയുടെ അതിരുകളില്ലാത്ത സ്വഭാവം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നതിന് അവരോടൊപ്പം പ്രവർത്തിക്കുക. അവരുടെ ഏറ്റവും മികച്ച വ്യക്തികളാകാൻ ഈ ലേഖനത്തിൽ പങ്കുവച്ചിരിക്കുന്ന ചില രീതികൾ പരീക്ഷിക്കുക. ഇച്ഛാശക്തി നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. ആളുകൾ ജീവിതത്തിലൂടെ പുരോഗമിക്കുമ്പോൾ നിരവധി പ്രലോഭനങ്ങൾ ഉണ്ടാകും. ജീവിതത്തിന്റെ വലിയ മേഖലകളെ ബാധിച്ചേക്കാവുന്ന പ്രലോഭനങ്ങൾക്ക് ആവശ്യമായ ഇച്ഛാശക്തിയുടെ അളവ് കുറവായിരിക്കാം, പക്ഷേ അവയുടെ ഫലം വളരെ ശക്തമായി വിനാശകരമായിരിക്കും. ഉദാഹരണത്തിന്, പെട്ടെന്ന് പണം സമ്പാദിക്കാൻ വേണ്ടി അധാർമികമായ രീതികൾ സ്വീകരിക്കുന്നത്. സംഘടനാ തലത്തിൽ വ്യക്തിഗത കോർ മൂല്യ തലത്തിൽ ഇത് രണ്ടും ഒരു വെല്ലുവിളിയാണ്. ആകർഷകമായ പ്രതിഫലങ്ങൾക്കായി വ്യക്തിപരമായ സമഗ്രതയെ നേർപ്പിക്കുന്നതിനുള്ള പ്രലോഭനങ്ങളുണ്ട്. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.